പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഇവരെ ജനങ്ങൾ മുഴുവൻ തിരിച്ചറിയണം. ഒരുപാട് ജീവിതങ്ങൾ തകർത്ത രണ്ട് ടീമാണിത് ഈ കാണുന്നത്. ഓസ്ട്രേലിയയിൽ വിസ വാഗ്ദാനം ചെയ്തും വിവാഹ വാഗ്ദാനം നൽകിയുള്ള തട്ടിപ്പും, വിദേശത്ത് ബിസിനസ് നടത്താമെന്ന് പറഞ്ഞൊക്കെയുള്ള തട്ടിപ്പും, വാഹനങ്ങൾ വാങ്ങി മറച്ചു വിറ്റുള്ള തട്ടിപ്പും, ലോൺ നൽകാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പ്, അങ്ങനെ വിവിധ തട്ടിപ്പുകൾ, കോടികൾ തട്ടിപ്പ് നടത്തിയ രണ്ടുപേര് 5 മാസത്തിനു ശേഷം പിടിയിലായിരിക്കുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളും ജീവിതങ്ങളുമാണ് ഈ നായ്ക്കൾ തകർത്തത്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഇവരെയൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു വെക്കണം. ചിലപ്പോൾ ഇവരൊക്കെ കാരണം പറ്റിപ്പിന് ഇരയായ ഒരുപാട് പേര് ഇനിയും പരാതിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ശരിക്കും സംഭവം ഇങ്ങനെയാണ്. ഓസ്ട്രേലിയയിൽ ജോലി ലഭ്യമാക്കിയും സിറ്റിസൺഷിപ്പ് ഉറപ്പു നൽകിയും 10.50 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ദമ്പതിയുടെ 5 മാസങ്ങൾക്ക് ശേഷം പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ചെട്ടികുളങ്ങര കണ്ണമംഗലം ഇലഞ്ഞി വേലിത്തറയിൽ താമസിക്കുന്ന 52 വയസ്സുള്ള ബിജു ബാലൻ, ഭാര്യ 44 വയസ്സുള്ള രശ്മി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. എറണാകുളം ജില്ലയിലെ മരട് പ്രദേശത്ത് ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് ഇരുവരും പിടിയിലായത്. 2025 ഒക്ടോബർ രജിസ്റ്റർ ചെയ്ത കേസിന് ശേഷം പ്രതികൾ ഒളിവിലായിരുന്നു. ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു എന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി നിരവധി തട്ടിപ്പ് കേസുകളിലും ഇവർക്കെതിരെ നിലവിലുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി 15.52 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും, വിദേശത്ത് ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ് 20 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസ് കായംകുളം സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ വിസ വാഗ്ദാനം നൽകി കണ്ണൂർ സ്റ്റേഷനിലും കൊല്ലം സ്വദേശിയിൽ നിന്ന് 13 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ക്രൈംബ്രാഞ്ചിലും അന്വേഷണം നടന്നു വരികയാണ്. വാഹനങ്ങൾ വാങ്ങി മറച്ചുവിറ്റ് തട്ടിപ്പ് നടത്തിയതും ലോൺ വാഗ്ദാനം നൽകി പണം തട്ടിയതും ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നിരവധി പരാതികൾ ഇവർക്കെതിരെ ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിയിൽ നിന്ന് 85 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസും ഇവർക്കെതിരെ ഉണ്ട്. തിരുവനന്തപുരം സ്വദേശികളായ സ്ത്രീകളെ സമാന രീതിയിൽ കബളിപ്പിച്ച കേസുകളിലും ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്. കൊട്ടാരക്കര DYSP MK വിനുകുമാറിന്റെ നിർദ്ദേശപ്രകാരം പൂയപ്പള്ളി ഇൻസ്പെക്ടർ P ഷാജിമോൻ, SI രജനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവരെ പിടികൂടിയത്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഇവർ കാരണം വഴിയാധാരമായ നിരവധി കുടുംബങ്ങൾ ഇനിയും ഉണ്ടാകാം. ഇവർ എന്നെ ആസ്ട്രേലിയയിൽ PR വാങ്ങിത്തരാൻ, പെർമനൻറ്റ് റെസിഡൻസ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ നിന്ന് പൈസ തട്ടിക്കുന്നത്. അത് പലപ്പോഴായിട്ട് 5.5 ലക്ഷം രൂപയോളം അക്കൗണ്ടിലൂടെയും 5.25 ലക്ഷം രൂപയോളം, മൊത്തം 10 ലക്ഷം രൂപയുണ്ട്. ക്യാഷായിട്ടുമാണ് പലപ്പോഴും വന്നിട്ട് ഇവരും രണ്ടുപേരും കൂടെയാണ് വന്നിട്ട് വാങ്ങിയിട്ടുള്ളത്. പലപ്പോഴായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്, ബാക്കി ബാങ്ക് ട്രാൻസ്ഫർ അല്ലാതെ. അതിനിപ്പോൾ അവൻ വേറെന്തോ കഥകൾ അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിശ്വസിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ ചാറ്റിംഗ് ഉണ്ട്. ഇവന് ഞാൻ ആസ്ട്രേലിയൻ കൗൺസിലേറ്റിലാണ് എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ഏതോ ഒരു സ്ത്രീയെ കൊണ്ടൊക്കെ വിളിപ്പിക്കുമായിരുന്നു. എന്നിട്ട് ചാറ്റ് ചെയ്യിക്കുമായിരുന്നു. ഞാൻ അവിടെ ഇരിക്കുവാണ്, ഇപ്പം നിങ്ങൾ പൈസ ഇട്ടേ പറ്റത്തുള്ളൂ എന്നുള്ള ചാറ്റിംഗ് എൻ്റെ ഉണ്ട്. എൻ്റെ പഴയ മൊബൈലിലാണുള്ളത്. 2021-22 ഈ സംഭവങ്ങൾ നടക്കുന്നത്. എൻ്റെ പഴയ മൊബൈലിലുണ്ട് ഡീറ്റെയിൽസ്. അത് ഞാൻ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ അവർ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അത് എടുത്ത് കൊടുക്കാമെന്നുണ്ട്. പക്ഷേ എൻ്റെ മൊബൈൽ വേറെ സ്ഥലത്തിരിക്കുക. അല്ല, വാട്സപ്പ് വഴിയല്ല. ലിജു എന്ന് പറഞ്ഞിട്ടുള്ള ബിജുവാലൻ്റെ ഒന്നിച്ചുള്ളൊരു കൂട്ടുകാരനുണ്ട്. ലിജു എന്നാണ് പേര്. അവരൊന്നിച്ച് പഠിച്ചതാണ്. എന്നിട്ട് ലിജു മുഖേനയാണ് പരിചയപ്പെടുന്നത്. അല്ല, ലിജുവിൻ്റെ സാഹചര്യത്തിലല്ല പൈസ കൊടുത്ത്. ലിജു അറിയും, ഞാൻ ഈ പൈസ കൊടുക്കുന്നതൊക്കെ ലിജു അറിയും. പക്ഷേ ഇത് ഒരു കേസ്, ഒരു 30ഓളം കേസ്, 25-30 കോടി രൂപയോളം ഈ കേരളത്തിൽ നിന്ന് മാത്രം പറ്റിച്ചതിൻ്റെ കേസുകളുണ്ട്. വിളിക്കുമ്പോൾ എനിക്ക് ലാസ്റ്റ് ഒരു 7 മാസം മുന്നേ എനിക്ക് ചെക്ക് എഴുതി തന്നിരുന്നു. ചെക്ക് എഴുതി തന്നിട്ട് ഞാൻ ആ ചെക്ക് ബാങ്കിൽ കൊണ്ട് പ്രസൻറ്റ് ചെയ്തപ്പോൾ അത് ക്ലോസ് ചെയ്ത അക്കൗണ്ടാണ്, SBI ബാങ്കിൻ്റെ. അന്നേരം 3 മാസത്തിനകം പൈസ തരാൻ. പിന്നെ ഞാൻ 3 മാസം കാത്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് 2027 മാസം ഞാൻ കൊണ്ട് ചെന്നിട്ട് ഇവിടെ കേസ് ഫയൽ ചെയ്യുന്നത്. കേസ് ഫയൽ ചെയ്തതിന് ശേഷം ഇവർക്ക് ഇവനെ കിട്ടുന്നില്ല. അവൻ വാട്സപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ അവൻ്റെ വൈഫിൻ്റെ നമ്പരും ഉണ്ടായിരുന്നു. അന്നേരം അത് കൊടുത്തതിന് ശേഷം ഇവർ എത്രയോ ദിവസമായിട്ട് ഇപ്പം മെനക്കെട്ട് കണ്ടിന്യൂ നടന്നതിന് ശേഷമാണ് ഇന്ന് മോർണിംഗ് 8 മണിക്ക് അവനെ പിടിച്ചു. പക്ഷേ അത് സോഷ്യൽ മീഡിയയിലൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഇവരാരും അറിയുന്നില്ല ഇവൻ എന്തൊക്കെ തട്ടിപ്പ് നടത്തുന്നു, എന്തൊക്കെ ചെയ്തു എന്നൊന്നും ആരും അറിയുന്നില്ല. അന്നേരം ഇത് ഒന്നാമത് ജനങ്ങളെ അറിയിക്കണം. ഇവനും ഭാര്യയും കൂടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കാര്യങ്ങളുടെ നാട്ടിൽ. വേറൊരാളും ഇനി തട്ടിപ്പിന് ഇരയാവാൻ പാടില്ല. പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കള്ളവും പറഞ്ഞിട്ട് നിങ്ങളെ വിശ്വസിപ്പിക്കാനെന്ന് പറഞ്ഞാൽ അത്ര വലിയ വാക്ചാതുര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു ആശുപത്രിയിലേക്ക് പോകാനായിട്ട് 1 ലക്ഷം രൂപ കയ്യിൽ വെച്ചേക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും സുഖം അടക്കുന്നത്, ആ പൈസ അവൻ്റെ വർത്തമാനത്തിൽ നിങ്ങൾ കൊടുത്തു പോകും. അതാണ് അവൻ്റെ ഒരു കഴിവ്.